അപ്പോൾ നമുക്ക് മൈലാഞ്ചിക്ക് പോകാൻ വേണ്ടി റെഡി ആവാം. ഫസ്റ്റ് ഞാൻ മുഖമൊക്കെ നല്ല രീതിക്ക് ഐസ് വാട്ടറിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ വന്ന് ലെൻസൊക്കെ വെച്ച് അത് വെച്ചപ്പോൾ തന്നെ നല്ല രീതിക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇച്ചുവാ പോയിട്ടുള്ള കാരണം ചെറുക്കൻ എൻ്റെ ഇക്കയുടെ കൂട്ടുകാരനും പെണ്ണെൻ്റെ കൂട്ടുകാരിയുമാണ്. ഞാൻ ഇച്ചുവും അവളുടെ വീട്ടിലും ഇക്ക ചെറുക്കൻ്റെ വീട്ടിലുമാണ്. ഞാൻ പെണ്ണെത്തിയ കൂട്ടത്തിൽ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവളുമാരൊക്കെ വന്നപ്പോഴത്തേക്കും താമസിച്ചായിരുന്നു. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് കഴിഞ്ഞ് ഞങ്ങളുടെ തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവള് പ്രഗ്നന്റ് ആണ് രണ്ടാമത്, അതുകൊണ്ട് ഇവൾക്ക് തുള്ളാനൊന്നും പറ്റിയില്ല. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിലും പുറത്തൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് 8ന്റെ പണി കിട്ടിയെന്ന് മനസ്സിലാവുന്നത്. എൻ്റെ വണ്ടിയുടെ കീ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ പോകാൻ ഒരു വഴിയില്ലാതെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ വാതിക്ക് മാറിയിരിക്കുകയായിരുന്നു. ഇവളാണ് എൻ്റെ കീ കൊണ്ട് കളഞ്ഞത്. ഇവള് മനഃപൂർവ്വം കൊണ്ട് കളഞ്ഞല്ലേ, ഇവളുടെ കയ്യിൽ കൊളുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഊരി അവൾ വെച്ചപ്പോഴത്തേക്കും ഈ ഫുഡ് ക്ലീൻ ആക്കുന്നവർ അത് റോൾ ചെയ്ത്. പിന്നെ ഞാൻ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയിക്കാൻ വന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും പോയിട്ട് തിരിച്ച് തന്നെ വരണം. കാരണം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ ഫ്രണ്ട്സും കൂടെ സർപ്രൈസ് ആയിട്ട് പെണ്ണിനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇക്കായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒന്ന് സെറ്റായി ബൊക്കെയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവരങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു മണിയായിരുന്നു. പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾ കാറ്റാടി പോയി ഒരു പിസ്താഷ്യോ കുനാഫയുടെ ഒരു ഡെസേർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവർ കേക്ക് മുറിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിത് വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് അവരുടെ വീട്ടിൽ പോയപ്പോൾ അവരവിടെ ഇല്ല, ജ്യൂസ് കുടിക്കാൻ പോയിരുന്നു. അങ്ങനെ അവിടെ പോയി അവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഈ സാധനവും കൊടുത്ത് കഴിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു.